ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവൊക്കെ ഭയങ്കര ശോകമാണ്. പ്രത്യേകിച്ച് മത്സരാർത്ഥിക്ക് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കണ്ടന്റ് ഒന്നും അവിടെ ഇല്ല. സത്യം പറഞ്ഞാൽ ഇത്തവണ വന്നിരിക്കുന്ന മത്സരാർത്ഥികളൊക്കെ ഒരു സൈഡ് റോളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മെയിൻ ക്യാരക്ടറായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനം ഉറപ്പിക്കാവുന്ന രീതിയിൽ അവിടെ ആരുമില്ല. ഞാൻ ഷാനവാസിനെയൊക്കെ വല്ലാതെ എക്സ്പെക്ട് ചെയ്തു. പക്ഷേ ഷാനവാസൊക്കെ വെറുതെ ഇരുന്ന ആളുകളെ കളിയാക്കുകയും ഈ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈപ്പാണ്. അല്ലാതെ പ്രത്യേകിച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കേപ്പബിലിറ്റി ഒന്നും ഞാൻ കാണുന്നില്ല. പിന്നെ രേണുസുതി എന്തൊക്കെ ആയിരുന്നു വന്നപ്പം. രേണുസുതി തകർത്തടിക്കും എന്നൊക്കെയാണ്. പക്ഷെ വാ തുറക്കുന്നത് പോയിട്ട് ഈ ലൈവിലൊന്നും രേണുസുതിയെ കാണാനേ പറ്റുന്നില്ല. മൊത്തത്തിൽ എവിടെയാണെന്ന് തിരയണം. രേണുവിനെ ചൊറിയാൻ ആരെങ്കിലും പോയാൽ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതാണ് രേണു ആഗ്രഹിക്കുന്നത്. രേണുവിനെ വച്ച് കണ്ടന്റ് ആരെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാൽ തീർച്ചയായും അത് രേണുവിന് ബെനിഫിറ്റായി മാറുകയുള്ളൂ. അല്ലാതെ ആ ഒരു വ്യക്തിക്ക് അത് മാറില്ല. കാര്യം പുറത്തുള്ള ഇമേജും അകത്ത് കയറിയതിന് ശേഷം രേണു ബിഹേവ് ചെയ്യുന്ന രീതിയൊക്കെ അങ്ങനെയാണ്. ഇപ്പോഴേ സോഷ്യൽ മീഡിയയിൽ രേണു ഒക്കെ നല്ല ബൂസ്റ്റ് കൊടുക്കുന്ന രീതിയിൽ PR വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കാശ് കൊടുക്കാനൊന്നും രേണുവിൻ്റെ കയ്യിൽ തൽക്കാലം കാണത്തില്ല. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ തരാം എന്ന് പറഞ്ഞിട്ടാണ് രേണു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചിറങ്ങുമ്പോൾ 5 പൈസ ഇവന്മാർക്ക് കിട്ടാൻ പോണില്ല. അത് വേറെ കാര്യം. നല്ല ആളാണ് രേണു. പിന്നെ 2 ദിവസമേ ആയിട്ടുള്ളൂ. അക്ക ഫുൾ പ്ലാനിങ് ആണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അക്ക മാത്രമല്ല അവിടെ നിൽക്കുന്ന അക്കന്മാരും എല്ലാം പ്ലാനിങ് ആണ്. നിങ്ങൾക്ക് ഈ 2 ദിവസത്തിൽ നിങ്ങൾക്ക് ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ അത് ആരാണെന്ന് കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.